മഹാന്മാർ അങ്ങനെയാണ്. കണ്ടില്ലേ മഹാനായ ശിബിലി റളിയല്ലാഹു അൻഹു. ആരാണ് ശിബിലി? സയ്യിദുനാ ശിബിലി റളിയല്ലാഹു അൻഹു. അവിടുന്ന് വലിയ സൂഫിയാണ്, വലിയ സാത്വികനാണ്, വലിയ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽപ്പെട്ടയാളാണ്, സാഹിദീങ്ങളിൽപ്പെട്ടയാളാണ്. അവിടുന്ന് ഇങ്ങനെ നടന്നുപോയി. തെരുവിലൂടെ നടക്കുമ്പോൾ അറിയില്ല, കുട്ടികൾക്കറിയില്ല ഇതൊരു വലിയ മനുഷ്യനാണ്, ഇതൊരു വലിയാണ്, ഇതൊരു അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽപ്പെട്ടയാളാണ് എന്ന് കുട്ടികൾക്കറിയില്ല. കയ്യിൽ കിട്ടിയ കല്ലുകൾ വാരി ഭ്രാന്ത 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 എന്ന് വിളിച്ചവർ വലിച്ചെറിഞ്ഞു കല്ലുകൾ. മഹാനായ സയ്യിദുനാ ശിബിലി റളിയല്ലാഹു അൻഹു അവരോട് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ വലിയ കല്ലുകൾ കൊണ്ട് എന്നെ എറിയാതെ, നിങ്ങൾ വലിയ കല്ലുകൾ ഉപയോഗിച്ചെന്നെ എറിയാതെ എന്റെ ശരീരത്തിൽ അത് വന്നു പതിച്ചിട്ട് പൊട്ടി രക്തമൊഴുകുന്നു. രക്തം നജസാണ്. ആ നജസ് വെച്ച് എനിക്ക് എന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ കഴിയുന്നില്ല. എനിക്ക് ഈ ഒരൊറ്റ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. ഈ ഡ്രസ്സ് മാറ്റിയിട്ട് വേണം എനിക്ക് മറ്റൊരു ഡ്രസ്സ് ഇടാൻ. എൻ്റെ അടുത്ത് ഡ്രസ്സില്ല. ഈ ഡ്രസ്സ് അലക്കി ഉണക്കി അത് വീണ്ടും ഇട്ടിട്ട് വേണം ഞാൻ നിസ്കരിക്കാൻ. നിങ്ങൾ വലിയ കല്ലുകൾ കൊണ്ട് എന്നെ എറിയാതെ നിങ്ങൾ ചെറിയ കല്ലുകൾ ഉപയോഗിച്ച് എന്നെ എറിഞ്ഞോളൂ എന്ന് മഹാനായ ഇമാമുനാ ശിബിലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അത് കേട്ടിട്ട് കുട്ടികളുണ്ടോ, തെരുവിന്റെ മക്കളുണ്ടോ, അത് കേൾക്കുന്നു. ആളുകൾ കൂക്കി വിളിച്ചു, ഭ്രാന്ത ഭ്രാന്ത ഭ്രാന്ത. വലിയ വലിയ കല്ലുകൾ വാരിയിട്ട് മഹാനായ ശിബിലി തങ്ങളെ എറിയുകയാ. മഹാനായ ശിബിലി തങ്ങളെ അവർ എറിയുകയാ. സഹോദരങ്ങളെ, സമീപത്ത് കിടന്നൊരു കല്ലങ്ങ് അവിടുന്ന് കല്ലെടുക്കുകയാ, കയ്യിലെടുക്കുകയാ. കുട്ടികളോട് എത്ര പറഞ്ഞിട്ടോ അവർ കേൾക്കണില്ല. തെരുവിന്റെ കവലയിലൂടെ ഒരു ഭ്രാന്തനെ പോലെ മഹാനായ സയ്യിദുനാ ശിബിലി, ഇമാമുനാ ശിബിലി റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോൾ കല്ലു പറിച്ചെറിഞ്ഞ ആളുകൾ ഭ്രാന്ത ഭ്രാന്ത എന്ന് വിളിച്ച്. നമ്മളൊക്കെ നടന്നു പോയാൽ ആരും ഭ്രാന്ത എന്ന് വിളിക്കൂല. അത്യാവശ്യം നല്ല ടിപ് ടോപ്പായിട്ട് വസ്ത്രം ധരിച്ചാണ് പോകുക. എന്നാൽ ഉവൈസ് ഇബ്നു ആമിറുൽ ഖറനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ആളുകൾ വിളിച്ചിരുന്നു ഭ്രാന്ത ഭ്രാന്ത എന്ന്. കാരണം എന്നെപ്പോലെ നിങ്ങളെപ്പോലെ അവർക്കിടാൻ വില കൂടിയ ചെരുപ്പുകളില്ലായിരുന്നു, നല്ല വസ്ത്രങ്ങളില്ലായിരുന്നു. സഹോദരങ്ങളെ, അർദ്ധനഗ്നമായി മാത്രം വസ്ത്രം ധരിച്ച് നടന്നയാളാണ് ഉവൈസ് ഇബ്നു ആമിറുൽ ഖറനി. അവിടുന്ന് ഔറത്തു മാത്രം മറയ്ക്കാനുള്ള വസ്ത്രം മാത്രമേ അവിടുത്തെ കയ്യിലുണ്ടാകുകയുള്ളൂ. എന്നെ പോലെ നിങ്ങളെപ്പോലെ പാദരക്ഷ അവിടുന്ന് ധരിച്ചിരുന്നില്ല. അവിടുന്ന് ചെരുപ്പ് ധരിച്ചിട്ടില്ല. ചെരുപ്പ് ധരിക്കാൻ ഉവൈസ് തങ്ങളുടെ കയ്യിൽ ചെരുപ്പില്ല. സഹോദരങ്ങളെ, ചപ്പുചവറുകൾക്ക് കാക്കയോടും പൂച്ചയോടും നായ്ക്കളോടും എല്ലാം മല്ലടിച്ചിട്ട് അതാ ചപ്പുചവറുകളിൽ അതാ ആളുകൾ കൊണ്ട് വലിച്ചെറിയുന്ന വേസ്റ്റുകളിൽ നിന്ന് പൂച്ചയോടും കാക്കയോടും മല്ലടിച്ചിട്ട് അവിടുന്ന് കിട്ടുന്ന ഭക്ഷണമാണ് വാരിത്തിന്ന് വയറ് നിറച്ചിരുന്നത്. ആരാണ്? റഈസുത് താബിഈൻ ഉവൈസ് ഇബ്നു ആമിറുൽ ഖറനി റളിയല്ലാഹു അൻഹു. മഹാന്മാരൊക്കെ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് നാളെ നമ്മൾ ചെരുപ്പ് ഉപേക്ഷിച്ച് നമുക്ക് അള്ളാഹു തന്ന നിഅമത്തുകളെയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഒരു പാവപ്പെട്ടവനാ ഞാൻ പാവപ്പെട്ടവനാ നടക്കണമെന്നല്ല അതിന്റെ അർത്ഥം. നമ്മൾ എത്ര രാജാവിനെ പോലെ നടന്നാലും നമ്മുടെ ഖൽബ് അള്ളാഹുവിലും അള്ളാഹുവിന്റെ റസൂലിലും അടിമപ്പെടുകയും വിധേയപ്പെടുകയും വിനയാന്വിതമാകുകയും ചെയ്യുന്ന ഖൽബാകണം. അതാണ് പറഞ്ഞത്. ശിബിലി തങ്ങൾ ഒരു കല്ലെടുത്തു കൈകൊണ്ട്. ഇവന്മാരോട് എത്ര വട്ടം പറഞ്ഞു, എടാ വലിയ കല്ലുകൾ കൊണ്ട് എറിയാതെ ചെറിയ കല്ല് ഉപയോഗിച്ചെന്നെ എറി എന്ന് പറഞ്ഞ് ഒരു കല്ലെടുത്ത് തിരിച്ച് ആ കുട്ടികൾക്ക് നേരെ ശിബിലി തങ്ങൾ ഒരു ഏറ് വെച്ചു കൊടുത്തപ്പോൾ സഹോദരങ്ങളെ, സമീപത്ത് നിന്നിട്ടൊരു മരം ഇങ്ങനെ വിളിക്കുകയാണ്, യാ ശിബിലി യാ ശിബിലി കുമ്മിതിലി കുമ്മിതിലി യാ ശിബിലി യാ ശിബിലി കുമ്മിതിലി കുമ്മിതിലി. ഒരു മാമ്പഴം നിറഞ്ഞു നിൽക്കുന്ന ഒരു മാവുമരം വിളിക്കുകയാണ്, ശിബിലി തങ്ങളെ, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ പോലെയാകാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ പോലെയാകാത്തത്? ആ കുട്ടികൾ എന്റെ മേലെ കല്ല് വലിച്ചെറിയുകയാ. അവരെ ഞാൻ കല്ല് വലിച്ചെറിഞ്ഞ് പ്രതികരിക്കാറില്ല. അവർക്ക്
ഞാൻ മധുരമുള്ള മാമ്പഴമിട്ട് കൊടുക്കുകയാ, മധുരമുള്ള പഴമിട്ട് കൊടുക്കുകയാ. എനിക്ക് നേരെ വലിച്ചെറിയുന്ന കല്ലുകൾക്ക് പകരം അവർക്ക് കല്ലുകൾ ഞാൻ തിരിച്ചു കൊടുക്കാറില്ല. മധുരമുള്ള മാമ്പഴങ്ങളാണ് ഞാൻ തിരിച്ചു കൊടുക്കാറുള്ളതെന്ന് തൊട്ടരികിൽ നിൽക്കുന്നൊരു മരമങ്ങനെ വിളിച്ചു പറയുകയാണ്. യോ ശിബിലി കുമ്മിതിലി കുമ്മിതിലി. കുട്ടികൾക്ക് നേരെ എറിയാനെടുത്ത കല്ലുണ്ടല്ലോ, ഇമാമുനാ ശിബിലി തങ്ങളങ്ങ് വലിച്ചെറിയുകയാണ്. എന്നിട്ട് അല്ലാഹ് ഒരു നദിയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ശരീരത്തിൽ രക്തക്കറ പുരണ്ട വസ്ത്രം അലക്കി അത് വെയിലത്തിട്ട് വെള്ളത്തിലിറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. അത് ഉണങ്ങിക്കിട്ടാൻ. എന്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഉടുതുണിക്കും മറുതുണിയില്ലാത്തൊരവസ്ഥ നമുക്കുണ്ടോ? ഏതെങ്കിലും ഒരു നേരം ഗതിയില്ലാഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാതെ കിടന്നൊരവസ്ഥ നമുക്ക്